കേരളത്തിൽ ഇപ്പോഴും പട്ടിണി മരണങ്ങൾ നടക്കുന്നതായും സർക്കാരിന്റേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR വർക്കെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. സഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കിയെന്നും പ്രഖ്യാപനം നടത്തിയത് സഭയിൽ ചർച്ച നടത്താതെയെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം. ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ 140 പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഒന്നാമത്തെ കാര്യം പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? ഇതിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്നും കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. ഇപ്പൊ കേന്ദ്രത്തിന്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരില്ലാത്ത സ്ഥിതിയാവോ? അപ്പൊ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിന്റെ തലേയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും.